ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ മുത്തിന് ക്ലാസ് എന്ന് തുടങ്ങുമെന്ന് അറിഞ്ഞുകൂടാങ്കിൽ എല്ലാ സാധനം അവിടെ എപ്പോഴാ പെട്ടെന്ന് വിളിക്കും ചിലപ്പോൾ. അപ്പം എല്ലാം മേടിച്ച് എല്ലാം റെഡിയാക്കി വെക്കാന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് പർച്ചേസിങ്, പിന്നെ നമ്മുടെ ഓയിലെല്ലാം തീർന്നു. എണ്ണ വാങ്ങിക്കണം. എണ്ണയുടെ വില കാരണം നമ്മൾ ഓയിലിന്റെ വില കൂട്ടിയിട്ടുണ്ട്. പിന്നെ എന്തോ ചെയ്യണമെന്ന് പറഞ്ഞൂടാ, കാച്ചണോ വേണ്ട. പിന്നെ ആൾക്കാർ തേച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാം എന്നെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അപ്പം എണ്ണയും കൂടെ കുറച്ച് മേടിച്ചേ ഞാൻ കാച്ചുന്നോളൂ. അപ്പം അതും കൂടെ ഒക്കെ മേടിച്ച് ഇന്ന് അങ്ങനെ ഒരു പർച്ചേസ് വ്ളോഗ് അല്ലേ. എനിക്ക് ബാഗും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വണ്ടിയുടെ ബാക്കിലിടാം. മീനൊക്കെ മേടിച്ചു. അയ്യേ, പിന്നെ ഞാൻ കാരണം വെക്കുവോ? അല്ലേ, ഇടത്ത് വശം തിരിഞ്ഞു നിക്കുവാന്നല്ലേ, ഇത് വല്ലാത്ത കുഴപ്പമാണല്ലേ. മുടഞ്ഞു നിക്കുന്നു. എന്തോ പറയുന്നു. എന്തോ ആഹാ, ഞങ്ങള് കണ്ടു പൂ വിടുന്നത്. ഗേറ്റ് പറയാൻ പറ്റി. അപ്പൊ ഞങ്ങള് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി മുത്തുക്കിളി ഇന്ന് ഫ്രണ്ടിലിരിക്കാൻ എന്തുവാ ഫ്രണ്ടിലിരിക്കാൻ ഞാൻ ചോദിച്ചു, എന്താ ഫ്രണ്ടിലിരിക്കാത്ത? ഞാൻ ഇരിക്കത്തില്ലെന്ന് അവളടുത്തില്ലേ. എന്താ മുത്ത കാര്യം? രണ്ടെണ്ണവും കൂടെ ഇന്ന് ഉച്ചക്ക് ഉടക്കി. എന്തിനാ ഉടക്കിയ മാമു? എന്തിനാ ഉടക്കിയ? ഒരു ടീഷർട്ടിന്റെ പേരും പറഞ്ഞ് ഇവളുമാർ രണ്ടുകൂടെ അടിയാ അവിടെ. മുത്തൊന്നും കൊടുക്കത്തില്ലേ? ആ, നല്ല കാര്യം. അവരവരുടെ ഡ്രസ് അവരവരിട്ടാൽ ഇയാൾ ആരുടെപ്പാ? അവളുടെ എല്ലാമാ നീ ഇട്ടോണ്ട് പോകണമെന്ന് നീ ആലോചിക്കണം. നീ അത് ശരി. അമ്മൂനുണ്ട് പിണക്കം വല്ലതും ഉണ്ട്. അതെ, മമ്മൂനൊന്നും ചീത്തയാക്കുന്ന ഇഷ്ടമല്ല. ഒരു ഉടുപ്പ് ടീഷർട്ട് വാങ്ങി, അത് ഞാൻ പോലും അറിയാതെ വീട്ടിലിടാറായി. വീട്ടിലിട്ടും തുടങ്ങി. ഞാൻ വന്നിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കറിയത്തില്ല. ടീഷർട്ട് ഞാൻ പുറത്തിടാൻ വാങ്ങിച്ചതാ. ഇയാൾ ഒരു ദിവസം അത് വീട്ടിലിട്ടതിന് ശേഷം പിന്നെ തൊട്ട് ഞാൻ പറഞ്ഞ ഇനി അങ്ങ് വീട്ടിലിട്ടാ മതി. മതി ശരി ശരി. അപ്പൊ ഇങ്ങനെ അടി കൂടുന്ന അനിയത്തി ചേട്ടത്തിമാരെല്ലാടും ഉണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. ഇതൊക്കെ ഇച്ചിരി നേരത്തേക്കേ ഉള്ളു കേട്ടോ. തിരിച്ചു വരുമ്പോ നിങ്ങൾ നോക്കിക്കോണം ഇവര് തമ്മിലുള്ള കെമിസ്ട്രി. ഇനി ഞങ്ങള് പെട്രോൾ അടിക്കാൻ കയറിട്ട് നമ്മളെവിടെ മമ്മി? ചിന്നക്കട. ചിന്നക്കടയാണോ ഇത്? അല്ല, ചിന്നക്കടയാ. നമ്മളിവിടെ വരുന്ന ഓണത്തിനാണ് ഈ സ്ഥലത്തോട്ടൊക്കെ ഇറങ്ങുന്നത്. അല്ലെങ്കിൽ ഇങ്ങോട്ട് അങ്ങനെ വരത്തില്ല. ഇവിടെ ഭയങ്കര തിരക്കുവാ. ഭയങ്കര വണ്ടി ഇടാനും ഒന്നും സ്ഥലമില്ല. നല്ല ബാഗ്. അവളെ മനസ്സിലൊരു ബാഗുണ്ട്, അവൾ അതും തപ്പി നടക്കുക. അവിടെ ചെല്ലുമ്പോൾ പഠിക്കാൻ നേരത്ത് കുറച്ചുകൂടി വലിയ ബാഗ് വേണമെന്ന് പറയും. ഇതെല്ലാം ചുമന്നുകൊണ്ട് പോകണം. അതാ കറങ്ങി ഇവിടെ തന്നെ ഇത്രയുള്ള ടെസ്റ്റുകളാ. എനിക്ക് ഇഷ്ടമല്ലേ ഇത്. അത് കൊള്ളാമത്തെ. തിരിഞ്ഞാ ബാഗ് നോക്കട്ടെ. അന്ന് ചെട്ടനാടി നിന്നപ്പോ പിള്ളേരെല്ലാരും ഇങ്ങനത്തെ ബാഗ് MBBS പഠിക്കുന്ന പിള്ളേർ ഇതിട്ടുണ്ടാവും. എന്തോന്നു സ്റ്റൈല് മാത്രം പോരാ, ബുക്ക് വെക്കണം, പഠിക്കണം. സ്റ്റൈല് കാണിക്കാനല്ല. ഇത് രണ്ടുകൂടെ പിടിച്ചേ. രണ്ടുകൂടെ പിടി. ഓവറായിട്ട് സിബും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം ആവശ്യമുള്ള സിബൊക്കെ രണ്ട് അപ്പുറം ഇട്ടേ ഓരോന്ന്. ഈ സിബ് നല്ലതാണ്.
ഇവിടെ കൊടുത്തതാണോ ഉപാസന ചെന്നൈ ചെട്ടിനാട് ഒരു ഉറയുള്ളോ? അല്ല ഇതുണ്ട് അതുകൊണ്ട് ലാപ്ടോപ്പ് ഉണ്ട് ലാപ്ടോപ്പ് ഫയൽസ് ഉണ്ട് ഫയൽസ് വെക്കാം എക്സ്ട്രാ ബുക്കില്ല മൊത്തം 2-3 ഉറയുണ്ട്. ചെരുപ്പുകള് നമുക്ക് ബാഗൊക്കെ മേടിച്ച് ചെരുപ്പും ഒക്കെ മേടിച്ച് ഇനി എന്ത് വേണ്ടേ? ഒരു സൈഡ് ബാഗും കൂടെ എന്നാ ഇട്ടിട്ട് ഇവിടെ കയറി നോക്കാം. വണ്ടി വെച്ചിട്ട് വാ. ബാഗ് കിട്ടിയില്ല. ആ ബാഗ് കിട്ടിയില്ല നോക്കി ചെന്നത്. ഞാൻ വെച്ച് ഇനിയിപ്പോ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്യാം തൽക്കാലത്തേക്ക്. ഇനി ബുക്കൊക്കെ പിന്നെ മേടിക്കാന്ന് വിചാരിച്ചു. ഇനി ടവലും സാധനങ്ങളൊക്കെ മേടിക്കണം. നമ്മള് ബുക്ക് നമുക്ക് അവിടെ നിന്ന് മേടിക്കാം. എവിടുന്നാ? ചെന്നൈന്നോ? അല്ല, പിന്നെ ചെന്നൈയിൽ ഇറങ്ങിയാൽ മതി തലേന്ന്. അല്ല, ഇവിടെ നല്ല ബുക്കുകൾ മേടിക്കാം. വീട്ടിൽ ഇരിക്കുന്ന അത് ആ തടിയും ബുക്കല്ലേ? അല്ല, ആണ്. ആ തടിയം ബുക്ക് വെച്ചാലേ ഈ വെയിറ്റ് കൂടും. എന്തൊരു വെയിറ്റ് അതിന്. അല്ല, ഞങ്ങളങ്ങനെ അമ്മയുടെ അങ്ങോട്ടൊന്ന് വന്ന് കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് ബാക്കി എന്തോ ഒക്കെ വേണമെന്ന് പർച്ചേസ് ചെയ്യാന്ന് അമ്മു ഇതോ നിൽക്കുന്ന മേടിച്ചോണ്ട് വരാൻ പറ. ഒന്ന് പോവാ. ഒറ്റ അടിയാൻ പിന്നെ മുട്ടയല്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ തൊട്ടിക്കകത്ത് ചായ കുടിക്കുന്ന? അയ്യോ, മിക്സറൊക്കെ ഇട്ട് തിന്നുന്നതിനകത്ത് ഞാനും തിന്നു. ഞാൻ ഇന്നലെ ചിപ്സ് ഇട്ടായിരുന്നു. നോ, അപ്പൊ അവക്ക് വേണമായിരിക്കും. നമ്മള് താണ്ട ഒരാളെ കൂടെ കൊണ്ടുപോവാ. ബാ, ഇങ്ങോട്ടൊന്ന് അനങ്ങി. പിന്നെ അവളെ താളം തുള്ളുന്ന നിന്ന്. ഇതാണോ നാളെ സാരിയിലൂടെ ഇടുന്നേ? ടാറ്റ സരിതാ, പോയിട്ട് വരാം. നടക്കങ്ങോട്ടാണെങ്കിൽ നമ്മളിറങ്ങി. എന്താ അവിനാശേ? എന്താടി നിന്നെ കാണിക്കല്ലേ എന്ന് പറയുന്നത്? നിന്നെയാ എല്ലാരും തിരക്കുന്നത്. മുത്തെങ്ങനെ എടുക്കാനടി? നമ്മൾ ദാണ്ട് ഇറങ്ങി ആശ്രമത്തോട്ട് പോകുന്നു. അമ്മയ്ക്ക് മീനൊക്കെ വാങ്ങിക്കാൻ വേണ്ടി. എന്തോടി ഒട്ടിച്ച് വെച്ചാ? നീ ഒട്ടിച്ച് വെച്ചാ അതിനകത്ത്? ആരൊട്ടിച്ച? ഞാൻ എവിടെ ഒട്ടിച്ചെന്നേ? എന്റെ അടുത്ത്. നീ അല്ലേ അവിടെ ഒട്ടിച്ചേ? കൊള്ളി. ഞാൻ കുഞ്ഞാ ആടി ആടി വരുന്ന നോക്ക്. തറയ്ക്ക് നോല്, അമ്മയ്ക്ക് നോല്, ചെരുപ്പിന് നോല് അമ്മയുടെ. പാവോടി. പിന്നെ തോറ തുറന്ന് എന്താ മുത്ത നീ പറഞ്ഞോണ്ടിരുന്നേ? തറയ്ക്ക് നോവല്ലെന്നും പറഞ്ഞ അമ്മ നടന്നു വരുന്ന ഇങ്ങനെ ഒരു കൈയും വീശി. ഹായ് ചിറ്റ. നിങ്ങളില്ല മുത്തുക്കിളി വ്ളോഗ്സിലെ അല്ലേ? മുത്തുക്കിളി ഇല്ലല്ലോ, അത് വേണോ മീനാക്ഷി? എന്തുവാ? പാനിപൂരി. അയ്യോ, നോ താങ്ക്സ്. അതാണ്ട് ഇവിടെ സുപ്രീമിൽ വന്ന് കരിക്കോട് തേയില ഇല്ലാന്നും പറഞ്ഞു. ചായയുടെ തേയിലയില്ല, തീർന്നു. അമ്മച്ചമ്മ എന്നെ ഓട്ടിക്കും. സുപ്രീം നോക്കട്ടെ. അമ്മക്ക് ഇഷ്ടമല്ലാത്ത സാധനം അതൊക്കെ. ബ്രെഡ് വേണേ എടുത്തോണ്ടായിരുന്നു. പോയെടുത്തോ. എന്തുവാ ഇത്? ഞാൻ ഇപ്പോഴാണ് അങ്ങോട്ട് എടുത്തത്. അയ്യോ, ബൂമർ ലെസ്. നമ്മള് വീട്ടില് വന്നു. ഗൈസ്, നമ്മൾ വീട്ടിൽ വന്നു. അമ്മതോ മീൻ വെട്ടുന്നു. എന്തോ നമ്മളെ വായില് പല്ലുനാക്കൂ. ഞങ്ങള് ബൂമർ കുഞ്ഞ
പല്ലിന് സ്ട്രെങ്തും ജോലയിലും ഉണ്ടാവും. ചവച്ച് വച്ചിരിക്കാം. പിന്നെ വിശക്കുമ്പോ ഇങ്ങനെ എടുത്തിട്ടായി ചവച്ച് വച്ചിരിക്കാം. ബിഗ് ബോസ് കാണണ്ടേ? ഓടിച്ചില്ലേ രേണു വെയിറ്റ് ചെയ്യുന്നു. നീ കാണുമോ? ഞാനും അങ്ങനെ കാണത്തില്ല, ഇടയ്ക്കൊക്കെ കാണും. ആരോണോ? എനിക്ക് റന ഫാത്തിമ, കാരണം ഞങ്ങളൊക്കെ ജെൻസി പിള്ളേരാ. രാത്രി ഇവിടെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാം. നമുക്ക് ടോസ്റ്റ് ചെയ്യാൻ മെഷീനൊന്നുമില്ല. അത് നമ്മൾ ദോശ തവയില് അല്ല ചപ്പാത്തി തവയില് ടോസ്റ്റ് ചെയ്യും. അമ്മുക്കുട്ടിയാണ് ടോസ്റ്റ് ചെയ്യുന്നത്. അമ്മ താണ്ട സൂപ്പർവൈസർ ആയിരിക്കുന്നു. ഇത് പുതിയതാ, ഇത് പുതിയ ഇപ്പൊ ഇട്ടതേ ഉള്ളു വായില്. നല്ല ജോലിയും വരും. എനിക്ക് വേണ്ട, എനിക്കിഷ്ടല്ല. ഈ അമ്മ ഉണ്ടല്ലേ ശല്യം. അതെന്റെ ഇല്ല. ഫ്രിഡ്ജിന്റെ എന്ത് എല്ലാം കഴിഞ്ഞില്ലേ? കിടക്കാറായില്ലേ? ആയില്ലേ? ഇന്നലെ ഈ സമയത്ത് എന്തുവായിരുന്നു? അമ്മ ഇപ്പൊ ഒരു സിനിമാ നടൻ മരിച്ച് എന്ന് ഒരുപാട് ദുഃഖമുണ്ട് ഞങ്ങൾക്ക്. പക്ഷെ അമ്മയ്ക്ക് അത് കണ്ടണം തൊട്ട് എപ്പോഴും പോലീസിന്റെ പരിപാടിക്കകത്ത് അനിയനും ചേട്ടനും കൂടെ ആയിരുന്നു. അമ്മയ്ക്ക് ചാവാൻ പേടിയുണ്ടോ? പേടിയൊന്നുമില്ല, പക്ഷെ ഞാൻ ചാവുമ്പോ ഒരു സാധനം അന്യായപ്പെട്ടു പോവരുത്. അമ്മച്ചമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തോന്ന്? ഏറ്റവും വലിയ ആഗ്രഹം എന്തുവാ? പിന്നെ എവിടെങ്കിലും അങ്ങ് കൊണ്ട് കളയണോ? അത് ഞാൻ ഇന്ന് രാവിലെ കൂടെ കണ്ടായിരുന്നു. ഇല്ല ഇല്ല, എന്നെ ഒന്ന് തടവാനൊക്കെ വിളിക്കുമ്പോ ഓടി വരുന്നേ ചെയ്യും. ഇനി ഇതാ മൂക്കി വിരലിട്ട് ഇങ്ങനെ കറക്കണം. അല്ല പിന്നെ ഞാൻ ഇങ്ങനെ മുത്തിന്റെ കൈ കൊണ്ട് നമുക്ക് വേദനയുള്ളടത്ത് തടവി. ചുമ്മാ വീഡിയോ കണ്ടിനി ആൾക്കാർ വിളിക്കും മുത്തൊന്നും തടവാൻ. അല്ല മുത്ത് നമുക്ക് ഭയങ്കര. ഞാൻ ഫിസിയോതെറാപ്പിക്ക് പോകാൻ തടവി തരണമെങ്കിൽ. അങ്ങനെ ഞങ്ങള് ബ്രെഡ് ടോസ്റ്റ് ഒക്കെ ചെയ്ത് കഴിച്ച്. ഞങ്ങളല്ല എനിക്ക് ഇത് ഇഷ്ടമല്ല ഇങ്ങനെ മൊരിച്ച് തിന്നുന്നത്. അപ്പോൾ കുറച്ച് ബ്ലാക്ക് കേക്കും കൂടെ കൊടുത്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച്, കുറച്ചെന്ന് വെച്ചാൽ ഒരു 12-1 മണി വരെ ഞങ്ങൾ ഞാനും അമ്മയും മീനാശി അമ്മയും കൂടെ ഒക്കെ ഇരുന്ന് സംസാരിച്ചിട്ട് പോയി കിടന്നുറങ്ങി. ഞാൻ പിറ്റേ ദിവസം ഇതിൻ്റെ വൈൻഡപ്പ് ചെയ്യാൻ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വ്ളോഗുമായിട്ട് ഉടനെ വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.